ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് 6 മണിക്ക് SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി SCRT കംപ്ലീറ്റ് ചെയ്തു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ SCRT NCRT കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ കാലത്ത് 9 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി ചെയ്തുകൊണ്ടിരിക്കുന്നു. 12 മണിക്ക് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ഓക്കെ, പിന്നെ രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷനാണ് ലൈവായിട്ട്. അതായത് നമ്മൾ കാലത്ത് പഠിക്കുന്ന 6 മണിക്കും 9 മണിക്കും 12 മണിക്കും ഏതൊക്കെ ടോപ്പിക്സ് ആണോ പഠിച്ചത് ആ ഭാഗങ്ങളിൽ നിന്നും PSC 2021 മുതൽ 24 വരെയുള്ള വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. പിന്നെ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. വരുന്ന എല്ലാ BSc പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം 6 ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. പുതുതായിട്ട് ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഓരോ ദിവസവും എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതും PYQ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PDF പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ ടെലഗ്രാമിലൂടെയാണ്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഫ്രണ്ട്സിലോട്ട് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളവിടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ പഠിച്ചു അല്ലേ. വെർബ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. കഴിഞ്ഞ ദിവസം ജെറൻഡ് എന്താണ്, ഇൻഫിനിറ്റീവ്സ് എന്താണ്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അതെങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അഡ്ജക്റ്റീവ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അഡ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ ആഡ് വെർബ്, നൗണ്, ഇതൊക്കെ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ട് അതിൽ അഡ്ജക്റ്റീവ് ഏതാണ്, അല്ലെങ്കിൽ ആഡ് വെർബ് ഏതാണ്, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിലാണ് ഉൾപ്പെടുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അഡ്ജക്റ്റീവ്, ആഡ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അഡ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? മലയാളത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? അതായത് നാമവിശേഷണം എന്ന് പറയും. നാമവിശേഷണം, അതാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. നാമവിശേഷണം എന്നാണ് മലയാളത്തിൽ പറയുക. അതായത് ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നു. ഓക്കെ, ഒരു നൗണിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിനെയോ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ഫ്ലവർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് ബ്യൂട്ടിഫുൾ ഫ്ലവർ അല്ലേ. ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇപ്പോൾ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു നൗണാണ്, ഒരു പേരാണ് അല്ലേ. പൂവ്, ഫ്ലവർ എന്ന് പറയുന്നത് ഒരു നൗണാണ്. അപ്പോൾ ഈ നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയുള്ള പൂവാണ്? ബ്യൂട്ടിഫുൾ അല്ലേ. എങ്ങനെയുള്ള ഫ്ലവറാണ്? ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പോൾ ഈ നാമത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് ഈ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈ ബ്യൂട്ടിഫുള്ളിനെ നമുക്ക് എന്തെന്ന് പറയാം? അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഫ്ലവർ എങ്ങനെയുള്ള ഫ്ലവറാണ്? ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണ്. അപ്പോൾ ഈ ഫ്ലവർ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിച്ചതുകൊണ്ട് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഇവിടെ എന്താണ്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഒരു ബോയിന് നമ്മൾ പറയുകയാണ് ക്ലെവർ ബോയ്. ക്ലെവർ ബോയ്, ഒരു ബോയ് എന്ന് പറയുന്നത് ഒരു നൗണാണ് അല്ലേ. എങ്ങനെയുള്ള ബോയ് ആണ്? ക്ലെവർ ആണ്, ക്ലെവർ ബോയ് ആണ്. അപ്പോൾ ഈ ബോയ്ക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ് ക്ലെവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലെവർ എന്താ ഇവിടെ? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ഹെയർ എന്ന് പറയുന്നത് ഒരു നൗണാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ലോങ് എന്ന് ചേർത്തു. ലോങ് ഹെയർ നാമമാണ്, നൗണാണ്. എങ്ങനെയുള്ള ഹെയർ ആണ്? ലോങ് ഹെയർ ആണ്. അപ്പം ലോങ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഈ ഹെയർ എന്ന് പറയുന്ന നാമത്തെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ലോങ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സ്കൈ, ആകാശം അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നു ബ്ലൂ സ്കൈ. എങ്ങനെയുള്ള സ്കൈ ആണ്? സ്കൈ എന്ന് പറഞ്ഞാൽ നൗണാണ്. ബ്ലൂ സ്കൈ എങ്ങനെയുള്ള സ്കൈ ആണ്? ബ്ലൂ സ്കൈ ആണ്. അപ്പോൾ ഈ ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നതിനെ നമുക്ക് പലതായിട്ട് തിരിക്കാം. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങളത് കാണാതെ പഠിച്ചു വയ്ക്കുമൊന്നും വേണ്ട, ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമുക്കധികം ആ ഒരു രീതിയിൽ ഏത് തരത്തിലുള്ള അഡ്ജക്റ്റീവ് ആണെന്നൊന്നും നമുക്ക് ചോദിക്കാറില്ല. പക്ഷെ മനസ്സിലാക്കി വയ്ക്കുക, നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ബേസ് തൊട്ട് പഠിക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, പലതരത്തിലുള്ള അഡ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ടൈപ്പാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹീ ഈസ് എ ക്ലെവർ ബോയ്. ഓക്കെ, അപ്പോൾ ഹീ ഈസ് എ ക്ലെവർ ബോയ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഹീ ഈസ് എ ക്ലെവർ ബോയ് എന്ന് പറയുമ്പോൾ ബോയ് എന്ന് പറയുന്ന ആള് എങ്ങനെയാണ്, ആളുടെ ക്വാളിറ്റിയാണ് ക്ലെവർ എന്ന് പറയുന്നത്. ഹീസ് ക്ലെവർ, ക്ലെവർ എന്ന് പറയുമ്പോൾ ആളുടെ ക്വാളിറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഗുണത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതെന്താണ്, ഇപ്പോൾ ക്ലെവർ എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റിയിൽ ഉൾപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ. ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ. ആ മാൻ എങ്ങനെയുള്ള ആളാണ്, ഓണസ്റ്റ് മാൻ ആണ്. അപ്പോൾ ഓണസ്റ്റ് എന്ന് പറയുന്നത് ആളുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. സോ അതെന്താ, അത് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ക്വാണ്ടിറ്റിയെ കാണിക്കുന്നു, അതായത് അളവിനെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എയ്റ്റ് സം റൈസ്. ഐ എയ്റ്റ് സം റൈസ്. ഞാൻ റൈസ് കഴിച്ചു. എത്ര റൈസാണ് കഴിച്ചേ, എത്ര, അവിടെ ഒരു എന്താണ് ക്വാണ്ടിറ്റി, എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച്, സം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി അവിടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു അളവാണ് അവിടെ പറയുന്നത്. കുറച്ച് റൈസ് കഴിച്ചു അല്ലേ, സം റൈസ്. എത്ര റൈസ് കഴിച്ചു, സം റൈസ്. അപ്പോൾ അവിടെ ഒരു ക്വാണ്ടിറ്റി ആണ് പറയുന്നത്, ഒരു അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സം, ഫ്യൂ, ലിറ്റിൽ, അതുപോലെ മച്ച്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ അളവിനെ സൂചിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ടൈപ്പ്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റിയും അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റിയും നമ്മൾ പഠിച്ചു. അടുത്തത് മൂന്നാമത്തെ ടൈപ്പാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. എന്താണ് ഡെമോൺസ്ട്രേറ്റീവ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ, ചൂണ്ടിക്കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് തന്നെ. അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചൂണ്ടിക്കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ്, അതായത് ദീസ് ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ഇതെന്താണ്, ദീസ് ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. ഈ പൂക്കൾ അല്ലേ, ആ പൂക്കൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചൂണ്ടിയിട്ട് ആ പൂക്കൾ, ആ മരങ്ങൾ എന്ന് നമ്മൾ പറയത്തില്ല. അപ്പോൾ അതിന് ദീസ് ഫ്ലവേഴ്സ്. ഓക്കെ, അപ്പോൾ ദീസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. എങ്ങനെ, ഏത് ഫ്ലവേഴ്സ്, ഈ ഫ്ലവേഴ്സ്. ഓക്കെ, ദീസ് ഫ്ലവേഴ്സ്. അപ്പോൾ ഈ ദീസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ പഠിച്ചില്ലേ, അതേപോലെ വരുന്ന ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഇതൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവിൽ വരുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ടൈപ്പ് പറയുന്നത് ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദ്യ രൂപത്തിൽ പറയുന്നത്, അതായത് ഇപ്പോൾ പറയുവാണ് വിച്ച് വേ ഷാൽ വി ഗോ. വിച്ച് വേ ഷാൽ വി ഗോ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വിച്ച് എന്ന് പറയുന്നത് എന്താണ്, അത് ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, വിച്ച് വേ ഷാൽ വി ഗോ, നമ്മൾ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഏത് വഴിയിലൂടെ അല്ലെ, വിച്ച് എന്ന് പറയുന്ന അവിടെ ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, ഇതൊന്നും ചോദിക്കില്ല. ഇനി അടുത്തത് എംഫസൈസിങ് അഡ്ജക്റ്റീവ് ഉണ്ട്. എംഫസൈസിങ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊന്നൽ നൽകി പറയാം. എംഫസൈസിങ്, ഓക്കെ, പ്രൊനൗൺ നമ്മൾ അതുപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊന്നൽ നൽകി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എംഫസൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഐ സോ ഇറ്റ് വിത്ത് മൈ ഓൺ ഐസ്. ഞാനതെൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അല്ലേ. അപ്പോൾ സ്വന്തം, ഓൺ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളത് ഊന്നൽ കൊടുത്ത് പറയുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഊന്നൽ കൊടുത്ത് പറയാൻ വേണ്ടിയിട്ട്, എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഐ സോ ഇറ്റ് വിത്ത് മൈ ഓൺ ഐസ്. അപ്പോൾ ഈ ഓൺ എന്ന് പറയുന്നതാണ് എംഫസൈസിങ് അഡ്ജക്റ്റീവിൽ പറയാം. ഓൺ, അതുപോലെ വെരി ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എംഫസൈസിങ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഒരു ടൈപ്പും കൂടി ഉണ്ട്, അത് ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്. ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് കേട്ടോ, ആറാമത്തെ ടൈപ്പാണ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്. അപ്പോൾ ന്യൂമറൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ പേര് പോലെ തന്നെ നമ്പറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, എണ്ണത്തെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ 5 വിരലുണ്ട് അല്ലേ. അപ്പോൾ ദ ഹാൻഡ് ഹാസ് 5 fingers. The hand has 5 fingers. ഇവിടെ 5 എന്ന് പറയുന്നത് എത്ര വിരലുണ്ട്? 5 വിരലുണ്ട്. അപ്പോൾ ഈ 5 എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് ആണ്. 1 2 3 4 5 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് ഒക്കെ ന്യൂമറൽ അഡ്ജക്റ്റീവ്സിൽ വരെയാണ്. ഇനി അതേസമയം there are many students in the class. There are many students in the class എന്ന് നമ്മൾ പറയുകയാണ്. ക്ലാസ്സിൽ കുറേ പിള്ളേരുണ്ട് അല്ലേ. അപ്പോൾ മെനി സ്റ്റുഡൻസ്, എത്ര പിള്ളേരുണ്ട്? മെനി സ്റ്റുഡൻസ്. അപ്പോൾ ആ മെനി എന്ന് പറയുന്നത് എന്താണ്? അതും ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് ആണ്. ഇവിടെ കൃത്യമായിട്ടൊരു എണ്ണം പറഞ്ഞു, ഇവിടെ കുറേ പിള്ളേരുണ്ടെന്ന് പറയുന്നു. അപ്പം മെനി എന്ന് പറയുന്നത്, 5 എന്ന് പറയുന്നത്, ഈച്ച്, സം, ഓള്, എവരി, ഇതൊക്കെ എന്താണ്? ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെ ടൈപ്പിലാണ് അഡ്ജക്റ്റീവ്സ് വരുന്നത്? തന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് ഏതാണ്, അഡ്ജക്റ്റീവ് ആണോ ആഡ്വർബ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ് കണ്ട് തിരിച്ചറിയണം. അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ 6 ടൈപ്പ് മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ അഡ്ജക്റ്റീവ്സ് മനസ്സിലായി. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തരുവാണ് 4 ഓപ്ഷൻ തന്നിട്ട് ഐഡൻറ്റിഫൈ ദി അഡ്ജക്റ്റീവ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദി വേർബ് എന്ന് ചോദിക്കാം, ഐഡൻറ്റിഫൈ ദി ആഡ്വേർബ് എന്ന് ചോദിക്കാം. ആഡ്വേർബ് നമ്മൾ പഠിച്ചിട്ടില്ല, വെർബ് നമ്മൾ പഠിച്ചു, നൗൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഇപ്പം അഡ്ജക്റ്റീവും പഠിച്ചു. അപ്പോൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞെങ്കിൽ, അതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതല്ലാത്ത ഒന്നാണ് ആഡ്വേർബ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആഡ്വേർബ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. എങ്കിലും നമുക്കിതിന്ന് എങ്ങനെ 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്ലീസ് തന്നിട്ടുണ്ട്, പ്ലസൻറ്റ് തന്നിട്ടുണ്ട്, പ്ലഷർ തന്നിട്ടുണ്ട്, പ്ലസൻറ്റ്ലി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ബാക്കിയുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നു അല്ലേ, ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിനെ വിശേഷിപ്പിക്കുന്നു. എന്താണ് നൗൺ, എന്താണ് പ്രൊനൗൺ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ പ്ലഷർ, പ്ലസൻറ്റ്, പ്ലീസ്, പ്ലസൻറ്റ്ലി എന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു പേരിട്ട് കൊടുക്കാം, ഒരു നാമം ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ബോയ് എന്ന് പറയുന്ന ഒരു നൗൺ ഇട്ടു എന്ന് വിചാരിക്കാം, ബോയ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കേ, പ്ലീസ് ബോയ് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. പ്ലഷർ ബോയ് ശരിയാവോ? ഇല്ല. പ്ലസൻറ്റ്ലി ബോയ് ശരിയാവോ? ഇല്ല. പ്ലസൻറ്റ് ബോയ് ശരിയാവുമല്ലോ. അപ്പോൾ ഒരു ബോയ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് പ്ലസൻറ്റ് ബോയ് എന്ന് പറയുന്നത് ശരിയാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഒരു നാമത്തെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. സോ ഇതാണ് എന്ത്, നമ്മുടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു നാമം ഇട്ട് കൊടുക്കുക, നാമത്തെ വിശേഷിപ്പിക്കുന്നതാണല്ലോ അഡ്ജക്റ്റീവ്. അപ്പോൾ ഒരു നാമം ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുക ഇതിൻ്റെയൊക്കെ. പ്ലീസ് ബോയ്, പ്ലസൻറ്റ് ബോയ്, പ്ലഷർ ബോയ്, പ്ലസൻറ്റ്ലി ബോയ്, ഏതാ കറക്റ്റായിട്ട് വരുന്നത്? പ്ലസൻറ്റ് ബോയ്. അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് വെർബ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. വെർബ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്താൽ മതി? ഒരു ING ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഒരു ING ഇട്ട് കൊടുക്കുക, ശരിയാവുന്നുണ്ടോ എന്നുള്ളത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇവിടെ നോക്കൂ, പ്ലസൻറ്റ്ലി. പ്ലസൻറ്റ്ലിയുടെ കൂടെ ING ഇട്ട് കൊടുത്താൽ പ്ലസൻറ്റ്ലിയിങ് അങ്ങനെ ഒരു വേർഡ് പറയുമോ നമ്മൾ? ഇല്ല. പ്ലഷറിങ് പറയോ? ഇല്ല. പ്ലസൻറ്റിങ് പറയോ? ഇല്ല. പ്ലീസിങ് പറയുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ING ഇട്ട് കൊടുത്താൽ പ്ലീസിങ് എന്നുള്ളത് സെറ്റാവും അല്ലേ. അപ്പോൾ പ്ലീസിങ് ശരിയാവുന്നുണ്ട്. സോ ഇതെന്താണ്? ഇത് വെർബാണ്. ING ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ആവുന്നുണ്ട്. ING അല്ലെങ്കിൽ SED ഇതിലേത് വേണമെങ്കിലും ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതെന്താണ്? അത് വെർബാണ് എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ പ്ലീസ് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ്. കാരണം ING ഇടുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ബാക്കി 2 ഉണ്ട് അല്ലേ, അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ പ്ലഷർ, പ്ലസൻറ്റ്ലി, ഇതിലേതാണ് നൗൺ എന്ന് പറയുന്നത്? നമുക്ക് ആദ്യം പ്ലസൻറ്റ്ലി നോക്കാം. ഇവിടെ LYയിൽ അവസാനിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ LYയിൽ അവസാനിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ വേർഡുകളും തന്നെ ആഡ്വേർബ് ആയിരിക്കും. ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണമാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഒരു വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഒരു ക്രിയയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്രിയാവിശേഷണം അല്ലെങ്കിൽ ആഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലസൻറ്റ്ലി LYയിൽ അവസാനിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം ആഡ്വേർബ് ആയിരിക്കും. അപ്പോൾ LY, പ്ലസൻറ്റ്ലി, LYയിൽ അവസാനിക്കുന്നത് അത് ആഡ്വേർബാണ്. അപ്പോൾ ഇത് വെർബ്, ഇത് അഡ്ജക്റ്റീവ്, ഇത് ആഡ്വേർബ്. അപ്പോൾ പ്ലഷർ എന്തായിരിക്കും?
ഇത് നൗൺ ആയിരിക്കും. പ്ലസന്റ് എന്തായിരിക്കും? നൗൺ ആയിരിക്കും. കിട്ടിയല്ലോ. അപ്പം നമുക്ക് 4 ഓപ്ഷനും കൂടെ ഇട്ട് നോക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ. ഓക്കെ, അടുത്തത് ബ്യൂട്ടി, അടുത്തത് ബ്യൂട്ടിഫൈ, അടുത്തത് ബ്യൂട്ടിഫുള്ളി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കുക. ആദ്യം നമുക്ക് അഡ്ജക്റ്റീവ് തന്നെ കണ്ടുപിടിക്കാം. അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നൗണ് ഫ്രണ്ടിലിട്ട് നോക്കാം. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫ്ലവർ ആണെന്ന് വിചാരിച്ച് നോക്കാം. അപ്പോൾ ഫ്ലവർ എന്ന് പറയുന്ന ഒരു നൗണ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ഫ്ലവർ നമ്മൾ അങ്ങനെ പറയുമല്ലോ അല്ലേ? അപ്പോൾ അത് നമുക്ക് കൃത്യമായി ബ്യൂട്ടിഫുൾ ഫ്ലവർ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഗേൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നൗൺ ഇട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആവുന്നുണ്ട്. സോ ഇതെന്താണ്? ഇത് അഡ്ജക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു നാമം ഇട്ട് കൊടുത്തു. അടുത്തത് ബ്യൂട്ടി എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു LY വന്നു കഴിഞ്ഞാൽ ആഡ്വർബാണ്. അപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുള്ളി LYയിൽ അവസാനിച്ചിട്ടുണ്ട്. സോ ഇതെന്താ? ഇത് ആഡ്വർബാണ്. അതും നമുക്ക് കിട്ടി. അടുത്തത് ING ചേർത്താൽ എന്താണ്? അത് വെർബാണ്. ING ചേർത്ത് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ വെർബാണ്. അപ്പോൾ ബ്യൂട്ടിഫുള്ളും നമുക്ക് കിട്ടി, ബ്യൂട്ടിഫുള്ളിയും കിട്ടി. ഇത് രണ്ടും കൂടെ ഉണ്ട്. ബ്യൂട്ടിഫൈ, ഇതിൽ ഏതാണ് ING ഇട്ട് കൊടുത്ത് നിങ്ങൾ ശരിയാവുന്നുണ്ടോ നോക്കാം. ബ്യൂട്ടിയിങ് പറയോ? ഇല്ല. ബ്യൂട്ടീഡ് പറയോ? ബ്യൂട്ടീസ് പറയോ? ഇല്ല. ഇവിടെ ബ്യൂട്ടിഫൈ നോക്കിക്കേ. ബ്യൂട്ടിഫൈയിങ്, ബ്യൂട്ടിഫൈസ്, ബ്യൂട്ടിഫൈഡ്, മൂന്നും ശരിയാവുന്നുണ്ട് അല്ലേ? സോ ബ്യൂട്ടിഫൈ എന്ന് പറയുന്നതാണ് എന്ത്? വെർബ് എന്ന് പറയുന്നത്. ING ഇടുമ്പോൾ സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? യെസ്. അടുത്ത ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് PYQ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്തത് ആക്ട്. ഇതെല്ലാം മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആക്ഷൻ, ആക്റ്റീവ്, ആക്റ്റീവ്ലി ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ പോലെ കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കുന്നു. അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു നൗൺ ഇട്ട് കൊടുക്കാം. ഇവിടെ ആക്റ്റീവ്, ആക്ഷൻ, ആക്ട് എന്നൊക്കെയാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു പേഴ്സൺ എന്നുള്ളത് ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചോ. ആക്ട് പേഴ്സൺ പറയോ? ഇല്ല. ആക്ഷൻ പേഴ്സൺ പറയോ? ഇല്ല. ആക്റ്റീവ് പേഴ്സൺ പറയുമല്ലോ. യെസ്. അപ്പോൾ ഇതെന്താണ്? ഇതാണ് അഡ്ജക്റ്റീവ് അല്ലേ? ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആക്റ്റീവ് പേഴ്സൺ എന്ന് നമ്മൾ പറയും. അപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് കിട്ടി. LY ആക്റ്റീവ്ലി, LYയിൽ അവസാനിച്ചു. അപ്പോൾ ഇതെന്താ? ആഡ്വർബാണ്. LYയിൽ അവസാനിച്ചാൽ ആഡ്വർബ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ING ഇട്ട് കൊടുക്കുന്നത് ഏതാണോ കറക്റ്റ് ആവുന്നത് അതാണ് വെർബ്. ആക്ഷനിങ്, ആക്ഷൻഡ് എന്നൊക്കെ പറയുമോ? ഇല്ല. ആക്ടിങ് നമ്മൾ പറയും അല്ലേ? അപ്പോൾ ആക്ടിങ് നമ്മൾ പറയും. സോ ING ഇടുമ്പോൾ കറക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെർബാണ്. അപ്പോൾ ഇത് വെർബ്, ഇത് അഡ്ജക്റ്റീവ്, ഇത് ആഡ്വർബ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് നൗൺ ആയിരിക്കും. ആക്ഷൻ ആണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. യെസ്. അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. കറേജ്, കറേജിയസ്, എൻകറേജ്. ഓക്കെ, എൻകറേജ്, ദെൻ കറേജിയസ്ലി, ഇതിൽ ഏതാണ് അഡ്ജക്റ്റീവ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. കറേജ്, കറേജിയസ്, എൻകറേജ്, കറേജിയസ്ലി. നമുക്കൊരു പേഴ്സൺ ഇട്ട് കൊടുക്കാം അല്ലേ? കറേജിയസ്ലി എന്നൊക്കെ നമ്മൾ പറയുമെന്ന് നോക്കാം. പേഴ്സൺ ഇട്ടു എന്ന് വിചാരിക്കും. കറേജ് പേഴ്സൺ പറയുമോ? ഇല്ല. കറേജിയസ് പേഴ്സൺ, ഹീസ് എ കറേജിയസ് പേഴ്സൺ നമ്മൾ പറയും അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് അഡ്ജക്റ്റീവ് ആണ്. ഒരു പേഴ്സൺ, ഒരു നൗൺ ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ ശരിയായി അല്ലേ? അപ്പോൾ കറേജിയസ് പേഴ്സൺ എന്ന് പറയും. സോ ഇത് അഡ്ജക്റ്റീവ് ആണ്. ഇനി അടുത്തത് ING ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെർബ് കിട്ടും. അതിന് മുൻപ് LYയിൽ അവസാനിക്കുന്നുണ്ട്. അതെന്താ? ആഡ്വർബാണ്. നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കറേജിയസ്ലി ആഡ്വർബാണ്. ഇനി ING ഇട്ടാൽ ശരിയാവുന്നത് വെർബാണ്. കറേജിങ് എന്ന് പറയോ? കറേജ്ഡ് എന്ന് പറയോ? ഇല്ല. ഇവിടെ നോക്കിക്കേ, എൻകറേജ്ഡ്, എൻകറേജിങ് പറയാറുണ്ടല്ലോ. യെസ്. അപ്പോൾ ING ഇടുമ്പോൾ ശരിയാവുന്നുണ്ട്. സോ എൻകറേജ് എന്നുള്ളത് വെർബാണ്. അപ്പോൾ കറേജ് എന്താണ്? നൗൺ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ സെറ്റ് ഓഫ് 4 വേർഡ്സ് തന്നിട്ട് അതിൽ നിന്നും ആഡ്വർബ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അഡ്ജക്റ്റീവാണ് പഠിച്ചത്. പക്ഷേ ബാക്കിയുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എങ്ങനെയാണിത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ? ആദ്യത്തെ ചോദ്യം, പ്ലീസ് ബോട്ടിൽ all these strawberries after washing and drying. Identify the underlined words parts of speech. തന്നിരിക്കുന്നത് പ്ലീസ് ബോട്ടിൽ all these strawberries after washing and drying. ഇതിൽ ബോട്ടിൽ എന്ന് പറയുന്നത് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ അർത്ഥം ഒന്ന് നിങ്ങൾ നോക്കിക്കേ. പ്ലീസ് ബോട്ടിൽ all these strawberries after washing and drying.
വാഷിങ്ങും ഡ്രൈയിങ്ങും അല്ലേ, കഴുകി ഉണക്കിയതിന് ശേഷം എല്ലാ സ്ട്രോബെറീസും എന്താണ് കുപ്പിയിൽ നിറയ്ക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇവിടെ ബോട്ടിൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം കുപ്പിയിൽ നിറയ്ക്കുക എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? കുപ്പിയിൽ നിറയ്ക്കുക എന്ന് പറയുന്നത് ഒരു ക്രിയയല്ലേ, ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ലേ. സോ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വെർബ്. ബോട്ടിൽ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ കുപ്പി എന്ന് പറയുമ്പോൾ അത് നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ. പക്ഷെ ഇവിടെ എന്താണ് അതിൻ്റെ മീനിങ്? പ്ലീസ് ബോട്ടിൽ ഓൾ ദ സ്ട്രോബെറീസ്, എല്ലാ സ്ട്രോബെറീസും കുപ്പിയിൽ നിറയ്ക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്, ക്രിയയാണ്, വെർബിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സോ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വെർബാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഇതുപോലെയല്ല, മാറ്റി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. വേറൊരു സെൻറ്റൻസ്, ഹി ഓപ്പൺഡ് ദ ബോട്ടിൽ എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഹി ഓപ്പൺഡ് ദ ബോട്ടിൽ എന്നാണ്. അപ്പോൾ ഇവിടെ അർത്ഥം എന്താ? അവൻ കുപ്പി തുറന്നു. അപ്പോൾ ഈ കുപ്പി, ദ ബോട്ടിൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? അത് അതിൻ്റെ പേരാണ്, നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ബോട്ടിൽ, കുപ്പി എന്ന് പറയുന്ന ഒരു നൗൺ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഹി ഓപ്പൺ ദ ബോട്ടിൽ എന്ന് പറയുമ്പോൾ അവൻ കുപ്പി തുറന്നു. അപ്പോൾ കുപ്പി എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ കുപ്പിയിൽ നിറയ്ക്കുക, പ്ലീസ് ബോട്ടിൽ ഓൾ ദീസ് സ്ട്രോബെറീസ്, ഈ സ്ട്രോബെറീസ് കുപ്പിയിൽ നിറയ്ക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്, വെർബിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മീനിങ് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഹീ സ്പോക്ക് വെരി ഡിപ്ലോമാറ്റിക്കലി, ഐഡന്റിഫൈ ദി പാർട്സ് ഓഫ് സ്പീച്ച് അണ്ടർലൈൻഡ്. തന്നിരിക്കുന്നത് ഹി സ്പോക്ക് വെരി ഡിപ്ലോമാറ്റിക്കലി, ഐഡന്റിഫൈ ദി പാർട്സ് ഓഫ് സ്പീച്ച് അണ്ടർലൈൻഡ്. ഡിപ്ലോമാറ്റിക്കലി എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഒരു എന്താണ് റൂള് വെച്ച് നിങ്ങൾക്ക് നോക്കിക്കേ, LYയിൽ അവസാനിച്ചാൽ ആഡ്വർബ് എന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന്. ഇപ്പം ഡിപ്ലോമാറ്റിക്കലി എന്ന് പറയുമ്പോൾ അവിടെ LY ഉണ്ട്. സോ ഉത്തരം ഓപ്ഷൻ ഡി, ആഡ്വർബ്. ഈസി ആയിട്ട് കണ്ടുപിടിച്ചില്ലേ? ഇല്ലെങ്കിൽ ശരിക്കും ഇതെങ്ങനെയാണ്? ആഡ്വർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ്വർബ് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇവിടുത്തെ വെർബ് ഏതാ? ഹി സ്പോക്ക് വെരി ഡിപ്ലോമാറ്റിക്കലി. ഹി സ്പോക്ക്, അവൻ സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു? സംസാരിക്കുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. ആ വെർബിനെ മോഡിഫൈ ചെയ്തു. എങ്ങനെയാണ് സംസാരിച്ചത്? ഡിപ്ലോമാറ്റിക്കലി. ഓക്കെ, അപ്പോൾ ഈ വെർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ആഡ്വർബ് ആയത്. ഓക്കെ, ഡിപ്ലോമാറ്റിക്കലി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്, LYയിൽ അവസാനിച്ചതുകൊണ്ട് അത് ആഡ്വർബാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തത്, ഹി റാൻ ഡാഷ്. ഹി റാൻ ഡാഷ്, അവൻ ഓടി. അവൻ എങ്ങനെ ഓടി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓടി എന്ന് പറയുമ്പോൾ അതെന്താ? ഒരു വെർബാണ്. വെർബിനെ വിശേഷിപ്പിക്കാനായിട്ട് ആഡ്വർബാണ്. ആഡ്വർബ് എന്ന് പറയുമ്പോൾ LYയിൽ അവസാനിക്കേണ്ടതാണ്. സോ ഫാസ്റ്റ്ലി എന്നൊക്കെ നമുക്ക് എഴുതാനായിട്ട് തോന്നും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. റാൻ, ഓടി. ഓടുക എന്ന് പറയുമ്പോൾ വെർബാണ്. വെർബിനെ വിശേഷിപ്പിക്കാൻ ആഡ്വർബാണ്. സോ ആഡ്വർബ് LYയിൽ അവസാനിക്കുന്നു. ഇവിടെ ഓടി എന്നുള്ളത് കൊണ്ട് വേഗത്തിൽ ഓടി എന്നുള്ള അർത്ഥത്തിൽ ഫാസ്റ്റ്ലി എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ ഉത്തരം ഓപ്ഷനെയാണ്, ഹി റാൻ ഫാസ്റ്റ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വാക്കുകൾക്ക് അതിൻ്റെ നൗൺ, വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ് എല്ലാം അതേ വാക്ക് തന്നെയാണ്. ഇപ്പോൾ ഫാസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ നൗൺ ഫോമും ഫാസ്റ്റാണ്, വെർബ് ഫോമും ഫാസ്റ്റാണ്, ആഡ്വർബ് ഫോമും ഫാസ്റ്റാണ്, അഡ്ജക്റ്റീവും ഫാസ്റ്റാണ്. എല്ലാം ഫാസ്റ്റ് തന്നെയാണ്. അങ്ങനത്തെ കുറേ അധികം വേർഡ്സ് ഉണ്ട്. നമ്മൾ നാളെ ആഡ്വർബ് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ എല്ലാ ഫോമും ഫാസ്റ്റ് തന്നെയാണ്. ഫാസ്റ്റ്ലി എന്നൊന്നും പറയത്തില്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, എ ഗുഡ് സ്റ്റുഡൻറ്റ് വർക്ക്സ് ഹാർഡ് അറ്റ് ഹെർ ബുക്സ് ആൻഡ് എൻജോയ്സ് ലേണിംഗ്. ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ്. എ ഗുഡ് സ്റ്റുഡൻറ്റ് വർക്ക്സ് ഹാർഡ് അല്ലേ. ഒരു കുട്ടി വർക്ക്സ് ഹാർഡ്, നന്നായിട്ടല്ലേ, ഹാർഡായിട്ട് വർക്ക് ചെയ്തു, നല്ല കഠിനമായിട്ട് ജോലി ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം എ ഗുഡ് സ്റ്റുഡൻറ്റ് വർക്ക്സ് ഹാർഡ് അറ്റ് ഹെർ ബുക്സ് ആൻഡ് എൻജോയ്സ് ലേണിംഗ്. അപ്പോൾ നന്നായിട്ട് എന്താണ് ഇവിടെ, എന്തിനെയാണ് ഈ ഹാർഡ് എന്ന് പറയുന്നത്, എന്തിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. എ ഗുഡ് സ്റ്റുഡൻറ്റ് വർക്ക്സ് ഹാർഡ്. അപ്പോൾ ഹാർഡ് എന്ന് പറയുന്നത് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? വർക്ക് എന്ന് പറയുന്നത് അല്ലേ, ജോലി ചെയ്യുന്നു. എങ്ങനെ ജോലി ചെയ്യുന്നു? ഹാർഡ് അല്ലേ. അപ്പോൾ വർക്ക് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ്. അപ്പോൾ ഈ വേർബിനെ സൂചിപ്പിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ആഡ്വേർബ് ആയിരിക്കും. സോ ഉത്തരം ഓപ്ഷൻ ഡി, ആൻ ആഡ്വേർബ്. എ ഗുഡ് സ്റ്റുഡൻറ്റ് വർക്ക്സ് ഹാർഡ്. ഓക്കെ, ഇപ്പോൾ വർക്ക് എന്ന് പറയുന്ന വേർബിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് അത് ആഡ്വേർബ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എല്ലായ്പ്പോഴും ആഡ്വേർബിൽ LY ഫോം വരണമെന്നില്ല. ഹാർഡ് എന്ന് പറയുന്നതിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് പോലെ തന്നെ ഹാർഡ് എന്ന് പറയുന്നതിൻ്റെ എല്ലാ ഫോമും, നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, അതെല്ലാം എന്താണ്? ഹാർഡ് തന്നെയാണ്. നേരത്തെ നമ്മളൊരു ഓപ്ഷനിൽ ഹാർഡ്ലി എന്ന് കണ്ടു.
അത് വേറൊരു മീനിങ് ആണ് കേട്ടോ. അത് നെഗറ്റീവ് മീനിങ് തരുന്നതാണ്. ഹാഡ്ലി, സ്കേഴ്സ്ലി എന്നൊക്കെ പറഞ്ഞില്ല, അത് വേറൊരു വേർഡ് തന്നെയാണ്, അല്ലാതെ ഹാർഡിൻ്റെ LY ഫോം അല്ല. ഈ ഹാർഡ് എന്ന് പറയുന്നതിൻ്റെ എല്ലാ ഫോമും ഹാർഡ് തന്നെയാണ്, ഫാസ്റ്റ് പോലെ. ഈ ഹാർഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ് ആണ്. സ്കേഴ്സ്ലി, ബെയർലി, ഹാർഡ്ലി എന്നൊക്കെ നമ്മൾ സെറ്റ് ഓഫ് വേർഡ്സ് പഠിക്കാറില്ലേ, അതിൽ വരുന്നതാണ് ഈ ഹാർഡ്ലി. അപ്പോൾ ഇത് വേറെയാണ്, ഇത് വേറെയാണ്. അപ്പോൾ ഹാർഡ് എന്ന് പറയുന്നതിൻ്റെ എല്ലാം എന്താണ്, ഹാർഡ് തന്നെയായിരിക്കും, ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ആഡ്വർബാണ്. വർക്ക് എന്ന് പറയുന്ന വെർബിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, ദേ ഹാവിൻറ്റ് സ്പെൻഡ് ദ നൈറ്റ് ദെയർ. ഡിസൈഡ് വിച്ച് പാർട്ട് ഓഫ് ദ സ്പീച്ച് ഈസ് അണ്ടർലൈൻഡ്. ഇവിടെ തന്നിരിക്കുന്നത് ദെയർ എന്നാണ്. ഇതെന്താണ്, ഇതിലേതാണ് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ദേ ഹാവിൻറ്റ് സ്പെൻഡ് ദ നൈറ്റ് ദെയർ. അപ്പോൾ ഇവിടെ ഈ ദെയർ എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? സ്പെൻഡ് ചെയ്യുക അല്ലേ, സ്പെൻഡ് ചെയ്തില്ല, എവിടെ, അവിടെ, ദർ അല്ലേ. അപ്പോൾ ഈ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഈ വർക്കിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോ ഇവിടെ വെർബിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സോ ഉത്തരം എന്താ? ഓപ്ഷൻ ബി, ആഡ്വേർബ് ആണ്. ആഡ്വേർബ്. ഓക്കെ, യെസ്. നമ്മൾ അഡ്ജക്റ്റീവിൻ്റെ ക്ലാസ്സാണ് എടുത്തത്, പക്ഷേ ആഡ്വേർബിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ അല്ലേ. അഡ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നോക്കുക, ഐഡൻറ്റിഫൈ ദി പാർട്സ് ഓഫ് സ്പീച്ച് ഓഫ് ദ വേർഡ് അണ്ടർലൈൻഡ്. ഇവിടെ യു മസ്റ്റ് ബി കെയർഫുൾ വെൻ യു ഡ്രൈവ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഈ കെയർഫുൾ എന്ന് പറയുന്നത് എന്താണ്, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ യു മസ്റ്റ് ബി കെയർഫുൾ, കെയർഫുൾ ആവണം. ആര്? നീയാണ് കെയർഫുൾ ആവേണ്ടത്. അപ്പോൾ യു എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊനൗൺ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ വിശേഷിപ്പിക്കാനോ മോഡിഫൈ ചെയ്യാനോ ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ് ആണ്. സോ യു എന്ന് പറയുന്ന പ്രൊനൗണിനെയാണ് ഇവിടെ മോഡിഫൈ ചെയ്യുന്നത്. സോ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ആണ് നമ്മുടെ ആൻസർ. യു മസ്റ്റ് ബി കെയർഫുൾ വെൻ യു ഡ്രൈവ്. അപ്പോൾ ആരാണ് കെയർഫുൾ ആവേണ്ടത്? യു ആണ് അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്ന ഒരു പ്രൊനൗൺ ആണ്, പ്രൊനൗണിനെയാണ് ഇവിടെ എന്താണ് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നത്. സോ ഉത്തരം അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വെദർ ഫോർകാസ്റ്റ് പ്രെഡിക്ട്സ് എ ക്ലൗഡി ഡേ. ഇവിടെ പിക്ക് ഔട്ട് ആൻ അഡ്ജക്റ്റീവ് ഫ്രം ദ എബവ് സെൻറ്റൻസ്. തന്നിരിക്കുന്നതിൽ നിന്നും ഒരു അഡ്ജക്റ്റീവ് എഴുതാനാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെദർ, പ്രെഡിക്ട്സ്, ഫോർകാസ്റ്റ്, ക്ലൗഡി. പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാമത്തെ വിശേഷിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്കൈ എന്ന് പറയുമ്പോൾ ഒരു നൗൺ ആണ്, അതിനെ വിശേഷിപ്പിക്കാൻ നമ്മൾ ബ്ലൂ സ്കൈ എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഡേ എന്ന് പറഞ്ഞാൽ ദിവസം, അതൊരു നൗൺ ആണ്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയുള്ള ഡേ ആണ്? ക്ലൗഡി ഡേ ആണ് അല്ലേ, മേഘാവൃതമായിട്ടുള്ള ക്ലൗഡി ഡേ ആണ്. അപ്പോൾ ഡേ, ക്ലൗഡി ഡേ. അപ്പോൾ ഇവിടെ ഡേ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നു. സോ ഏതാണ്? ക്ലൗഡി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈസി അല്ലേ. അപ്പോൾ അഡ്ജക്റ്റീവ്, ആഡ്വർബ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നാളെ നമുക്ക് ആഡ്വർബിൻ്റെ ക്ലാസ് എടുക്കണം. ആഡ്വർബിൻ്റെ ക്ലാസ് എടുത്തതിന് ശേഷം അവിടുത്തെ ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇനി കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് ഉണ്ട്. നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് ഉണ്ട്. അത് നമുക്ക് PYQs വെച്ചിട്ട് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആഡ്വർബും കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.